മുക്കം ഹൈസ്കൂളിലെ ഹെഡ് മാഷായ മായൻകുട്ടി മാഷെ BP മൊയ്തീൻ, മായൻകുട്ടി മാഷും ബാക്കി അധ്യാപകന്മാരും താമസിച്ചുകൊണ്ടിരുന്ന ലോഡ്ജിൽ കയറി തല്ലി. 60കളുടെ ആദ്യത്തിൽ ഒക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒക്കെ താത്വികമായിട്ടുള്ള നിലപാട് തന്നെ കലാലയം എന്ന് പറയുന്നത് കൊലാലയമാണ് എന്നാണ്. കലാലയ വിദ്യാഭ്യാസം, കോളേജ് വിദ്യാഭ്യാസമൊന്നും പാടില്ല. ഈ അറബി മനുഷ്യന്മാരും ഞങ്ങളെ പഠിപ്പിച്ച ഉസ്താദുമാരും ഒക്കെ തന്നെ പിൽക്കാലത്ത് സ്വകാര്യമായിട്ട് കോഴിക്കോട് പോകും, രാധാ തിയേറ്ററിലോ കോർണേഷൻ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. അന്ന് സർക്കാർ ഉദ്യോഗം പാടില്ല എന്നായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട്. ഇന്ത്യയിലുള്ള സർക്കാർ അല്ലെങ്കിൽ കേരളം ഭരിക്കുന്ന സർക്കാർ അത് അനിസ്ലാമിക സർക്കാരാണ്. ഈ നിരത്തിലൂടെ നടക്കുന്ന ആൾക്കാർ ആ സൈഡിലൂടെ നടക്കില്ല, മറ്റേ സൈഡിലൂടെ നടക്കും. തലയിൽ കെട്ടുണ്ടെങ്കിൽ അത് അഴിച്ചിട്ട് കക്ഷത്ത് വെക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. ഞങ്ങൾ പ്രകടനം നടത്തി മുദ്രാവാക്യം വിളിച്ചിട്ട് പോവുകയാണ് മുഖ്യമങ്ങാടിയിലേക്ക്. അവിടെ എത്തിയപ്പോഴുണ്ട് മൊയ്തീൻ ഒരു ക്യാമറയായിട്ട് നിൽക്കുന്നത്. ഈ പ്രകടനം മൂപ്പര് ക്യാമറയിൽ പകർത്തുകയാണ്. പ്രൊഫസർ ഹമീദ് ചേന്നമംഗല്ലൂർ പേരിനോട് ചേർത്ത് സ്വന്തം നാട് കൂടിയുള്ളത് കൊണ്ട് ചേന്നമംഗല്ലൂർ പ്രദേശത്തുള്ള ഒരു വലിയ ഫാമിലിയിലാണ് അങ്ങ് പിറന്നത് എന്ന് പലപ്പോഴും നമുക്ക് എഴുത്തിലൂടെയൊക്കെ അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഫാമിലിയുടെ ഒരു പശ്ചാത്തലമാണ് എനിക്ക് അറിയേണ്ടത്. എൻ്റെ കുടുംബ പേര് അരീപ്പറ്റ മണ്ണിൽ എന്നാണ്. അരീപ്പറ്റ മണ്ണിലെ ചുരുക്കമാണ് AM. ഞാനൊക്കെ സ്കൂളിലൊക്കെ ചേരുന്ന കാലത്തും നമ്മുടെ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് AM അബ്ദുൽ ഹമീദാണ്. ഈ അരീപ്പറ്റ മണ്ണിൽ എന്ന ആ തറവാട്ടിൽ അക്കാലത്ത്, അതായത് 19-ാം നൂറ്റാണ്ട് തൊട്ട് ബ്രിട്ടീഷുകാരുടെ ഭരണം നിലനിൽക്കുന്ന അവസരത്തിൽ എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറും എൻ്റെ ഗ്രാൻഡ് ഫാദറും എൻ്റെ ഫാദറും അധികാരിമാരായിരുന്നു. എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത് പിതാവിൻ്റെ പിതാവിൻ്റെ പിതാവ് അബ്ദുസ്സലാം ഹാജി. അദ്ദേഹം ആണ് അക്കാലത്ത് ആദ്യമായിട്ട് കൊടിയത്തൂരിൽ അക്കാലത്തുള്ള അധികാരി. അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു കുട്ടി ഹസൻ, AM കുട്ടി ഹസൻ അധികാരി. ഫാദറിന്റെ ഫാദർ കുട്ടി ഹസൻ അധികാരിയുടെ മകൻ AM അബ്ദുസ്സലാം, എൻ്റെ വാപ്പയും ഇവർ 3 പേരും അക്കാലത്ത് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള അധികാരിമാരാണ്. അധികാരി എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒന്ന് വിശദീകരിക്കും അവരുടെ ഒരു അധികാര പരിധിയും. ഇപ്പോഴും വില്ലേജ് ഓഫീസറുണ്ട്, അധികാരി എന്ന് തന്നെ അറിയാം. അടുത്ത കാലം വരെ എല്ലാവരും അധികാരി എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ ഇപ്പോൾ VO അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർ എന്ന് പറയുന്നു. പക്ഷേ അത് ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് ശേഷം അവരുടെ അധികാരം ഒരുപാട് വെട്ടിക്കുറക്കപ്പെട്ടു. ബ്രിട്ടീഷുകാരുടെ കാലത്ത് അധികാരിമാർക്ക് അവരുടെ അംശത്തിലുള്ള കേസുകളൊക്കെ വിചാരണ ചെയ്യാൻ വരെയുള്ള അധികാരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ അധികാരി എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ കേൾക്കുന്ന വില്ലേജ് ഓഫീസറെ പോലെയോ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കേൾക്കുന്ന അധികാരിയെ പോലെയോ ഉള്ള അധികാരിയല്ല. ജുഡീഷ്യൽ അധികാരം വരെ വളരെ വലിയ തോതിലല്ലെങ്കിലും ചെറിയ തോതിലുള്ളത് കൊണ്ടും അങ്ങനെ ചെറിയ പെറ്റി കേസുകൾക്കൊക്കെ ശിക്ഷ വിധിക്കാനുള്ള അധികാരമൊക്കെ ആദ്യകാലത്ത് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള അധികാരിമാർക്കുണ്ടായിരുന്നു. അപ്പൊ ഈ ഡെസിഗ്നേഷൻ ഇവർക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? അത് ആ കാലത്ത് ബ്രിട്ടീഷുകാർ സ്ഥലത്തെ പ്രമാണിമാർ എന്ന് അവർ കരുതുന്ന അതിന്റെ മാനദണ്ഡം സാമ്പത്തികമായിരിക്കും. മിക്കവാറും സാമ്പത്തികം തന്നെ ആയിരിക്കും. മിക്കവാറും സാമ്പത്തികം തന്നെയാണ് മാനദണ്ഡം ആയിക്കൊണ്ടിരുന്ന ആ കാലത്തൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ, പിന്നെ സാമാന്യ വിദ്യാഭ്യാസവും നോക്കിയിട്ട് ഉള്ള, തീരെ വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരായിരുന്നില്ല ഇവരാരും. അക്കാലത്ത് കിട്ടാവുന്ന വിദ്യാഭ്യാസം ചെറിയ തോതിലൊക്കെ കിട്ടിയവരാണ് ഈ പറഞ്ഞ 3 പേരും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെയാണ് അന്ന് ഈ അധികാരിമാരായിട്ട് നിയമിച്ചിരുന്നത്. അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള ഒരു കുടുംബ പശ്ചാത്തലം ഉള്ളത് കൊണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ ഗ്രാൻഡ് ഫാദറെ ഞാൻ കണ്ടിട്ടുണ്ട്, ഫാദറെയും. പക്ഷേ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറെ ഞാൻ കണ്ടിട്ടില്ല. ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബാപ്പ പോലും ഇപ്പോൾ ഇവിടെ ഈ നമ്മുടെ വീടിൻ്റെ മുമ്പിൽ അന്ന് കോണിയുണ്ട് കയറി വരാൻ പഴയ കാലത്ത്. അപ്പോൾ ആ കോണിയുടെ അവിടെ ബാപ്പ ഇരിക്കുകയാണെങ്കിൽ പോലും അന്ന് ഈ നിരത്തിലൂടെ നടക്കുന്ന ആൾക്കാർ ആ സൈഡിലൂടെ നടക്കില്ല, മറ്റേ സൈഡിലൂടെ നടക്കും. തലയിൽ കെട്ടുണ്ടെങ്കിൽ അത് അഴിച്ചിട്ട് കക്ഷത്ത് വെക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. ആ രീതിയിലാണ് അന്നക്കാലത്ത് അധികാരിമാർ കണ്ട കാഴ്ചയാണ്. അതൊക്കെ ഞാൻ കണ്ട കാഴ്ചയാണ്. അങ്ങനെയായിരുന്നു അക്കാലത്തൊക്കെ ഉണ്ടായിരുന്നത്. ഭയബഹുമാനം എന്നൊക്കെ പറയാം, ആ രൂപത്തിലായിരുന്നു അക്കാലത്തൊക്കെ ഉണ്ടായിരുന്നത്. ജന്മി എന്നുള്ള രീതിയിലായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നവര്. ഗ്രാൻഡ് ഫാദറിലെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ അബ്ദുസ്സലാം ഹാജി ഒക്കെ അക്കാലത്ത് സാമ്പത്തികമായിട്ട് നല്ല നിലയിലുണ്ടായിരുന്ന ആൾക്കാരാണ്. പറയുന്ന കുട്ടി ഹസൻ അധികാരിക്കൊക്കെ അനേകം ഏക്കറുകൾ ഉണ്ടായിരുന്നതാണ്. അതൊക്കെ പിന്നീട്
ചില കാരണങ്ങൾ കൊണ്ട് കുറേ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഗ്രാൻഡ് ഫാദറുടെ കാലത്ത് തന്നെ ഉണ്ടായ ചില കാരണങ്ങൾ കൊണ്ടൊക്കെ കുറേ സ്വത്തൊക്കെ ഗ്രാൻഡ് ഫാദർ തന്നെ ഒരു പക്ഷേ സ്വന്തം മക്കളോടുള്ള ഒരുതരം പ്രതികാര ബുദ്ധിയുടെ ഭാഗമായിട്ട് വിറ്റ് കളഞ്ഞിട്ട് പോലുണ്ട് ചെറിയ വിലയ്ക്ക്. ചേന്നമംഗല്ലൂർ പ്രദേശത്ത് തന്നെയാണോ ഈ പറയുന്ന അബ്ദുസലാം അധികാരി എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ കൊടിയത്തൂര്, പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ കുട്ടിയസൻ അധികാരി കൊടിയത്തൂരാണ് ഒറിജിനൽ. അന്ന് കൊടിയത്തൂരാണ് അറിയപ്പെടുന്ന സ്ഥലം, ചേന്നമംഗല്ലൂർ എന്നല്ല പറയാറുള്ളത്. ഇപ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദർ കുട്ടിയസൻ അധികാരിയുടെ ഭാര്യ പെരുമണ്ണക്കാരിയാണ്, എൻ്റെ ഉമ്മയും പെരുമണ്ണക്കാരിയാണ്. അപ്പോൾ അക്കാലത്ത് പെരുമണ്ണക്കാർ പറയൽ ചേന്നമംഗല്ലൂർക്ക് പോവുകയാണെങ്കിൽ കൊടിയത്തൂർ പോവാന്നാണ് പറയാ. അപ്പൊ ഈ പ്രദേശമൊക്കെ അറിയപ്പെടുന്നത് അവർ കൊടിയത്തൂർ അമ്മായി എന്നാണ് എൻ്റെ ഉമ്മയൊക്കെ പറയുന്നത്. കൊടിയത്തൂരെ അമ്മായി എന്നുവെച്ചാൽ കൊടിയത്തൂർ എന്നുള്ള പേരിലാണ്. കൊടിയത്തൂരാണ് അക്കാലത്ത് കൂടുതൽ പ്രസിദ്ധം. കാരണം അവിടെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള പള്ളിയുണ്ട്. അതായത് മതവിദ്യാഭ്യാസപരമായിട്ട് കൂടുതൽ അറിയപ്പെടുന്ന ഒരു സ്ഥലം കൊടിയത്തൂരാണ് അക്കാലത്ത്. അതുകൊണ്ട് ചേന്നമംഗല്ലൂർ പോവുക എന്ന് പറയാം, കൊടിയത്തൂർ പോവുക എന്നാണ് അവരൊക്കെ പറയാം. ഇപ്പൊ നിങ്ങളുടെ അബ്ദുസലാം അധികാരൻ അബ്ദുസലാം ഹാജി എന്നാണ് നിങ്ങൾ വിശേഷിപ്പിച്ചത്. അപ്പൊ ഇവരുടെ മതപരമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു? അബ്ദുസലാം ഹാജി ഞാൻ പറഞ്ഞല്ലോ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറാണ്. ഞാൻ കണ്ടിട്ട് പോലുമില്ല അദ്ദേഹം. പിന്നെ ആ കാലത്ത് പറഞ്ഞാൽ മതത്തോട് പുലർത്തിപ്പോകുന്ന സമീപനം എന്ന് പറഞ്ഞാൽ പൊതുവെ അന്ന് അത്ര 19-ാം നൂറ്റാണ്ട് അല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിൽ ആദ്യമാണ് ഇതൊക്കെ. ആ കാലത്തൊക്കെ മലബാറിലൊക്കെ ഉണ്ടായിരുന്ന പൊതുവായിട്ട് അന്ന് മുസ്ലിങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണോ മതത്തെ കണ്ടിരുന്ന ആ രൂപത്തിലൊക്കെ ആയിരിക്കാം അദ്ദേഹമൊക്കെ കണ്ടത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകൻ കുട്ടിയസൻ അധികാരി വ്യത്യസ്തനായിരുന്നു. കുട്ടിയസൻ അധികാരിയാണ് ഇവിടെ ഇപ്പം നമ്മൾ ഈ മുജാഹിദ് എന്നൊക്കെ പറയുന്ന പ്രസ്ഥാനം ഉണ്ടല്ലോ, ആൽപതിഷ്ണു എന്ന് പറയുന്ന അത് മുസ്ലിം ഐക്യസംഘമൊക്കെ ഉണ്ടായി 1923 കാലഘട്ടത്തിലുണ്ടായി. ആ കാലം തൊട്ട് തന്നെ അതിനോട് ചേർന്ന് നിന്ന ആളാണ് ഈ കുട്ടിയസൻ അധികാരി എന്ന ഗ്രാൻഡ് ഫാദർ. എൻ്റെ ഫാദറും ആ കൂട്ടത്തിലായിരുന്നു. അങ്ങനെ ഇവിടെ ആ മുസ്ലിം ഉൽപ്പതിഷ്ണു വിഭാഗം എന്ന് പറയപ്പെടുന്ന ഈ മുജാഹിദ്, അന്ന് വഹാബികൾ എന്നാണ് പറയുന്നത്, അതിന് നേതൃത്വം നൽകുകയും അതിനെതിരെ ആണ് അക്കാലത്ത് യാഥാസ്ഥിതിക മുസ്ലിങ്ങൾ എന്ന് പറയുന്ന സുന്നി മുസ്ലിങ്ങളായിട്ട് ഉള്ള ആൾക്കാരുണ്ടല്ലോ. ആൾക്കാരൊക്കെ അന്ന് വളരെ യാഥാസ്ഥിതികമായിട്ട് കാണുകയും പള്ളിയിലെ കുത്തുബ പോലും മലയാളത്തിൽ പാടില്ല എന്ന് ശഠിക്കുകയൊക്കെ ചെയ്തിരുന്ന കാലമാണ്. പള്ളിയിലെ കുത്തുബ നടത്തുന്നത് ആ പ്രദേശത്തുള്ള ആൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലായിരിക്കണം. നബിയുടെ കാലത്ത് നബി അറബിയിലാണ് കുത്തുബ നടത്തിയത്. അക്കാലത്തുള്ളവർ അറേബ്യയിൽ ജീവിച്ചവരൊക്കെ അങ്ങനെ ചെയ്തു. അതിന് കാരണം അറബി അവരുടെ മാതൃഭാഷയാണ്. അപ്പോൾ മാതൃഭാഷയിൽ കുത്തുബ നടത്തിയാലേ പ്രസംഗിച്ചാൽ മാത്രമേ ആളുകൾക്ക് മനസ്സിലാവൂ. അതുകൊണ്ട് ഇപ്പോൾ മലയാളത്തിൽ വേണം എന്ന അക്കാലത്ത്, അതായത് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പാദത്തിൽ ആ ആശയമൊക്കെ ആയിട്ട് ഇവരാണ് മുന്നോട്ട് വന്നത്. അതുപോലെ തന്നെ അക്കാലത്ത് രോഗം വന്നിട്ടുണ്ടെങ്കിൽ വസി എഴുതൽ, ഉറുക്ക്, മറ്റേപോലുള്ള ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ട്. അപ്പോൾ ഈ വസി എഴുതുന്നത് കൊണ്ട് കാര്യമില്ല, അത് കലക്കി കുടിക്കുക. അതായത് ഖുർആൻ എഴുതിയിട്ട് അത് കലക്കി കുടിച്ചാൽ അസുഖം മാറും എന്നൊക്കെയുള്ള അന്ധമായിട്ടുള്ള ധാരണകളൊക്കെ ഉണ്ടായിരുന്നു. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അന്നത്തെ ആൾക്കാർ അന്ന് അത്രയേ ശാസ്ത്രരംഗത്തും ബാക്കിയുള്ള രംഗത്തും ഒക്കെ നമ്മുടെ നാട് അത്രയേ മുന്നോട്ട് പോയിട്ടുള്ളൂ. അപ്പോൾ അതൊന്നും ശരിയല്ല, അത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഖബറിടത്തിലുള്ള പ്രാർത്ഥന, ഇത്തരം പ്രാർത്ഥനകൾ കൊണ്ട് കാര്യമില്ല, മധ്യസ്ഥൻ വേണ്ടതില്ല. ആ ഒരു രൂപത്തിലൊക്കെയുള്ള ചിന്താഗതി, ഒരു ഉൽപ്പതിഷ്ണ ചിന്തയിലാണ്. നിങ്ങളെ ചെറുപ്പകാലത്ത് സ്കൂൾ ജീവിതവും അതേപോലെ തന്നെ മദ്രസ ജീവിതത്തെ കുറിച്ചൊന്ന് ഓർത്തെടുത്താല്? ഞാൻ 1953 സ്കൂളിൽ ചേരുന്നത്, 1-ാം ക്ലാസ്സിൽ. അന്ന് ചേന്നമംഗല്ലൂർ എലിമെൻ്ററി സ്കൂൾ എന്ന് പറഞ്ഞ 5 വരെയുള്ള സ്കൂളാണുള്ളത്. സർക്കാർ സ്ഥാപനമാണ്, എയ്ഡഡ് അല്ല, എലിമെൻ്ററി സ്കൂൾ. 53 1-ാം ക്ലാസ്സിൽ ചേർന്നു. അന്ന് ഇവിടുത്തെ ചുറ്റുപാടനുസരിച്ച് മുസ്ലിങ്ങളും ഹിന്ദുക്കളുമാണ് ചേന്നമംഗലൂരുള്ളത്. അതിൽ മുസ്ലിങ്ങളാണ് മഹാഭൂരിപക്ഷം, ഹിന്ദുക്കൾ ചെറിയ ഒരു 10% എന്ന് പറയാം. ബാക്കിയൊക്കെ ഏതാണ്ട് മുസ്ലിങ്ങളാണ്. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഞങ്ങൾ മുസ്ലിങ്ങളുമുണ്ട് ഹിന്ദുക്കളുമുണ്ട്, ആൺകുട്ടികളുമുണ്ട് പെൺകുട്ടികളുമുണ്ട്. അന്ന് അങ്ങനെയാണല്ലോ, ഒന്നിച്ചാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ 1-ാം ക്ലാസ്സിൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുക 2-ാം ക്ലാസ്സിലേക്ക് പാസ്സായപ്പോഴാണ് എന്നെ മദ്രസയിൽ ചേർക്കുന്നത്. അത് 1954. അതിനടുത്ത് 1953 മറ്റോ സ്ഥാപിക്കപ്പെട്ട മദ്രസയുണ്ട്. അതിൻ്റെ മാനേജ്മെൻറ്റ് ജമാഅത്തെ ഇസ്ലാമിക്കാരായിരുന്നു. ആ മദ്രസയിലാണ് എന്നെ ചേർത്തത്. അതിനു മുമ്പ് ഇവിടെ ഒരു ഒത്തുപള്ളി എന്ന് പറയുന്ന ചെറിയ മദ്രസ ഉണ്ടായിരുന്നു. ആ ഒത്തുപള്ളിയാണ്. അത് മാത്രമല്ല എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ചുകൂടി ദൂരെയുള്ളതാണ്. ഇത് ജമാഅത്തെ ഇസ്ലാമിക്കാരുടേത് വീടിനടുത്തുമാണ്. അവിടെയാണ് എന്നെ ചേർത്തത്. അപ്പോൾ ആ 2 മദ്രസകൾ തമ്മിൽ ആശയപരമായിട്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ആ 2 മദ്രസകൾ തമ്മിൽ എന്ന് പറഞ്ഞാൽ, ആദ്യകാലത്തുള്ള മദ്രസ എന്ന് പറയുമ്പോൾ അവിടെ ഇസ്ലാം കാര്യം, ഇമാൻ കാര്യം ഇതൊക്കെ പഠിപ്പിക്കും. എല്ലാ മദ്രസയിലും പഠിപ്പിക്കുന്ന പോലെ ഖുർആൻ ഓതാൻ പഠിപ്പിക്കും.
അത് ഓത്തുപള്ളി തന്നെയാണ്. അത് ഓതാൻ പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ടും അവിടെ ചെയ്തിരുന്നത്. ഫാത്തിഹ തൊട്ട് ഓതാൻ പഠിപ്പിക്കും, ഖുർആനും ഓതാൻ പഠിപ്പിക്കുന്ന ഏർപ്പാടേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഖുർആൻ വായിക്കുക എന്നല്ലാതെ അതിൻ്റെ അർത്ഥം ഗ്രഹിച്ച് വായിക്കുന്ന ഒരു ഏർപ്പാട് അവിടെ അന്ന് പഠിപ്പിച്ചിരുന്നില്ല. എൻ്റെ അറിവ് ഈ ഓത്തുപള്ളിയിൽ അത് ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ അറിവ്. ഇവിടെ നമ്മൾ 1-ാം ക്ലാസ്സിൽ ചേരുന്നു. അവിടെ അറബി വാക്കുകളുടെ അർത്ഥം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് 1-ാം ക്ലാസ്സിൽ ചേരുമ്പോൾ. ഇത് ഓത്തുപള്ളിയാണോ അല്ലെങ്കിൽ ഇത് മദ്രസ സംവിധാനത്തിലാണോ? മദ്രസ ഇത് ചെറിയ രൂപത്തിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. അന്ന് പിന്നെ കാര്യമായിട്ട് വലിയ കെട്ടിടമൊന്നും അതിലില്ല. ചെറിയൊരു കെട്ടിടത്തിൽ തുടങ്ങുന്നു. അപ്പോൾ 1-ാം ക്ലാസ്സിൽ ചേരുമ്പോൾ തന്നെ നമ്മൾ ഇപ്പം മറ്റ് സാധാരണ ഒത്തുപള്ളിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അറബി വാക്കുകൾ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഒരു 3-ാം ക്ലാസ് 4-ാം ക്ലാസ് ഒക്കെ ആകുമ്പോൾ 5-ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴാണ് ഈ ഖുർആൻ തന്നെ നമ്മൾ അർത്ഥത്തോടെ പഠിപ്പിക്കുന്ന ഒരു രീതി അവിടെ ഉണ്ട്. ഖുർആൻ ഓതുക എന്നുള്ളത് മാത്രമല്ല, അതെന്താണ്, പിന്നെ ഖുർആനിൽ പറയുന്ന വാചകങ്ങളുടെ അർത്ഥം എന്താണെന്നുള്ള മലയാളത്തിൽ മനസ്സിലാക്കി തരുന്ന രീതി അതും ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 7 കൊല്ലം അവിടെ പഠിച്ചിട്ടുണ്ട്. അന്ന് അധ്യാപകരെന്ന് പറയുമ്പോൾ UK മൗലവി എന്ന് പറഞ്ഞ മൗലവി ഉണ്ട്, കുറ്റ്യാടിക്കാരനായ മൊയ്ദ് മൗലവി ഉണ്ടായിരുന്നു, അതുപോലെ ഇസ്മായിൽ മൗലവി എന്ന് പറഞ്ഞ അക്കാലത്ത് തന്നെ മറ്റൊരു മൗലവി ഉണ്ടായിരുന്നു. അതൊന്നും ഇവിടുത്തുകാരല്ല. അങ്ങനെ ഉള്ള പുറത്തു നിന്നുള്ള 3-4 മൗലവിമാരുണ്ട്. അത് നാട്ടുകാരായിട്ടുള്ള ഉസ്താദുമാരാണ് അധികം ഉണ്ടായിരുന്നത്. CT ലത്തീഫ് ഉസ്താദ്, ഇസ്മായിൽ ഉസ്താദ് എന്ന് പറഞ്ഞ് മറ്റൊരു ഉസ്താദ് ഉണ്ടായിരുന്നു. അങ്ങനെ ഉള്ള നാട്ടിലുള്ള 2-3 ഉസ്താദുമാർ, പിന്നെ ഒരു കൊടിയത്തൂർക്കാരനായ അഹമ്മദ് ഉസ്താദ്, ഇവരൊക്കെയാണ് അന്ന് പിന്നെ പഠിപ്പിക്കുന്നത്. പെൺകുട്ടികളുണ്ടായിരുന്നു ക്ലാസ്സിൽ? ആ, പെൺകുട്ടികളുണ്ട്. അവരുടെ വസ്ത്രധാരണ രീതി മുഖമക്കൻ ഇടുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു കുട്ടികൾക്ക്? ആദ്യഘട്ടത്തിൽ എന്ന് പറഞ്ഞ ചെറിയ പെൺകുട്ടികളല്ലേ, ചെറിയ പെൺകുട്ടികൾ തട്ടിട്ട് വരുന്ന പെൺകുട്ടികളായിരുന്നു. പിന്നെ മക്കന ഇടും, പർദ്ദാരൂപത്തിലല്ല, മക്കന തല മറയ്ക്കാനുള്ള മക്കന ഇടുന്ന രീതി ഉണ്ടായിരുന്നു. ആ മക്കന എന്ന് പറഞ്ഞാൽ അതൊക്കെ ആദ്യമായിട്ട് കൊണ്ടുവരികയാണ്. അതിന് മുമ്പൊന്നുമില്ല. മുമ്പുണ്ടായിരുന്ന രീതി എന്ന് പറഞ്ഞാൽ തട്ടം തലയിലിടുന്ന രീതിയാണ്. പിന്നെ അത് മക്കനയിലേക്ക് മാറുന്നു. ഇപ്പോൾ ഞാനിപ്പോൾ 6-ാം ക്ലാസ്സിലും 7-ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുമ്പോൾ പെൺകുട്ടികൾ മിക്കവാറും, എല്ലാവരും അല്ല, ചിലരൊക്കെ മക്കനിട്ട് വരും, ചിലരൊക്കെ തട്ടിട്ട് വരും. അതിന് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. തല മറയ്ക്കണം എന്നേ ഉള്ളൂ. ആ കാലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചേന്നമംഗല്ലൂരിൽ അത്യാവശ്യം സമ്പന്ന കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു 5-6 കുടുംബങ്ങൾ ഉണ്ടാവുള്ളൂ. പിന്നെയൊക്കെ സാമ്പത്തികമായിട്ട് താഴ്ന്ന പടിയിൽ നിൽക്കുന്ന ആൾക്കാരും. മാഷ് വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നത്? ബാപ്പയുടെ അനുജൻ കുഞ്ഞുമുഹമ്മദ്, ജ്യേഷ്ഠൻ കുട്ടിയസൻ മൂത്താള്, എൻ്റെ നേരെ മൂത്ത മമ്മൂട്ടി എന്ന് പറയുന്ന ബ്രദറുണ്ട്, പെങ്ങളുണ്ടായിരുന്നു, ഫാത്തിമ എന്നായിരുന്നു പേര്. പെരുമണ്ണയിലേക്കാണ് കല്യാണം കഴിച്ചത്. അവരൊക്കെയാണ് അന്നുണ്ടായിരുന്നത്. അന്ന് വീട്ടിലെ ചുറ്റുപാടൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ സ്കൂളിൽ ചേരുന്ന കാലത്ത് എൻ്റെ നേരെ മൂത്തയാൾ, എന്നേക്കാൾ 3-4 വയസ്സിന് മൂത്തയാളാണ് മമ്മൂട്ടി എന്ന് പറയുന്നത്. ഞാൻ 1-ാം ക്ലാസ്സിൽ ചേരുമ്പോൾ മൂപ്പര് 4-ാം ക്ലാസ്സിലാണ്. സ്കൂളിൽ 2-ാം ക്ലാസ്സിലെത്തിയപ്പോൾ മറ്റേ ആൾ 5-ാം ക്ലാസ്സിലെത്തി. 5-ാം ക്ലാസ് പാസ്സായി. 5-ാം ക്ലാസ് പാസ്സായാൽ പിന്നെ ഇവിടെ ഹൈസ്കൂളില്ല. അപ്പോൾ മുക്കം ഹൈസ്കൂളിലാണ് ചേരുന്നത്. മുക്കം ഹൈസ്കൂളിൽ ചേർന്നിട്ട് അക്കാലത്ത് മുക്കം ഹൈസ്കൂളിലേക്ക് പോകാതെ നടന്നു തന്നെ പോകണം. എൻ്റെ അമ്മായിയുടെ വീട് മുക്കത്താണ്. ഈ പറയുന്ന ഈ ജ്യേഷ്ഠൻ അവിടെ താമസിച്ചുകൊണ്ടാണ് മുക്കം ഹൈസ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ എപ്പോഴെങ്കിലും വരുമ്പോഴേ ഞങ്ങൾ തമ്മിൽ കോണ്ടാക്ട്സ് ഉണ്ടാവുള്ളൂ. പിന്നെ മൂത്ത ജ്യേഷ്ഠൻ എന്ന് പറഞ്ഞാൽ എത്രയോ മുതിർന്ന ആളാണ്. അതിനേക്കാൾ ഒരു 17-18 വയസ്സ് എങ്കിലും മുതിർന്ന ആളാണ് മൂത്ത ജ്യേഷ്ഠൻ. പെങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതുമാണ്. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് എന്നേക്കാൾ 9 വയസ്സ് കുറവാണ്. 5-ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പിന്നെയുള്ള വിദ്യാഭ്യാസം എങ്ങനെയായിരുന്നു? ഞാൻ 4-ാം ക്ലാസ്സിലെത്തിയപ്പോഴാണ് ഇവിടെ സ്കൂൾ അപ്ഗ്രേഡ് ചെയ്ത് UP സ്കൂളാകുന്നത്. പ്രൈമറി കഴിഞ്ഞിട്ട് ഹൈസ്കൂളിൽ പോകുന്നില്ല. ഇവിടെ തന്നെ UP ഉള്ളതുകൊണ്ട് ഇവിടുന്ന് അപ്പർ പ്രൈമറി ക്ലാസ്സുകളിൽ ഇവിടെ ചേരുന്നു. പാസ്സായ കുറേ കുട്ടികളുണ്ട് ഇവിടുന്ന് പാസ്സായ. ആ കുട്ടികളൊക്കെ മുക്കം ഹൈസ്കൂളിൽ ചേരാൻ പ്രാപ്തരാന്ന് പറഞ്ഞാൽ യോഗ്യരാണ്. പക്ഷേ അന്ന് ഞാൻ പഠിച്ചിരുന്നത് പറഞ്ഞല്ലോ ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ മദ്രസയിലാണ്. അന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടനുസരിച്ച് മദ്രസ വിദ്യാഭ്യാസം ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഭൗതിക വിദ്യാഭ്യാസം പാടില്ല. അപ്പോൾ ഇവിടുന്ന് മുക്കം ഹൈസ്കൂളിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മദ്രസ വിദ്യാഭ്യാസം ഇല്ലാതെ പോവുക. അതുമാത്രമല്ല 1960കളുടെ ആദ്യത്തിൽ ഒക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒക്കെ താത്വികമായിട്ടുള്ള നിലപാട് തന്നെ അവരുടെ ആചാര്യൻ പറഞ്ഞിരുന്നത് കലാലയം എന്ന് പറയുന്നത് കൊലാലയമാണ് എന്നാണ്. കലാലയ വിദ്യാഭ്യാസം, കോളേജ് വിദ്യാഭ്യാസമൊന്നും പാടില്ല. അതായത് കുട്ടികളെ നശിപ്പിക്കുന്ന ഇടമാണ്, അത് പാടില്ല എന്നുള്ള നിലപാടായിരുന്നു ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് 1950കളിലും 60കളുടെ മധ്യം വരെയെങ്കിലും ശക്തമായിട്ട് അവർക്ക് ആ നിലപാടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച ഞാൻ, അതുപോലെ തന്നെ K അബൂബക്കർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ദസ്തഗീർ എന്ന് പറഞ്ഞ മറ്റൊരാളുണ്ട്. ഞങ്ങൾ 3 പേരും KC വേലുക്കുട്ടി, അബൂബക്കർ എന്നൊക്കെ പറഞ്ഞ് വേറെ 5-8 പേരും ചേർന്ന്
ആ കൂട്ടത്തിൽ ചേർന്ന ഒരാളായിരുന്നു കോയക്കുട്ടി എന്ന് പറയുന്ന വേറൊരു വിദ്യാർത്ഥി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. അങ്ങനെ മുക്ക ഹൈസ്കൂളിൽ ചേർന്ന ഉടനെ കോയക്കുട്ടിയുടെ പിതൃ സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞു, ഹൈസ്കൂളിൽ പോകാൻ പാടില്ല, ഹൈസ്കൂളിൽ പോവുകയാണെങ്കിൽ ഞാനൊരു സഹായം ചെയ്യില്ല, കാരണം ദരിദ്ര കുടുംബമാണ്, പിതൃ സഹോദരനാണ് അല്പം സാമ്പത്തികമുള്ളത്. പിതൃ സഹോദരനാണ് പറയുന്നത് അവിടെ പോകരുത്, ഇവിടെ മദ്രസയിൽ പഠിക്കുക, അതേ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പഠിപ്പ് ഒഴിവാക്കി പോരേണ്ടി വന്ന ആളാണ് കോയക്കുട്ടി. പിന്നീട് അക്കാലത്ത് 8ാം ക്ലാസ് പാസ്സായപ്പോൾ 7ാം ക്ലാസ് പാസ്സായപ്പോൾ ഒക്കെ അറബി മുൻഷിയാകാൻ പറ്റുമായിരുന്നത് കൊണ്ട് അറബി മുൻഷിയായി, സർക്കാർ വിദ്യാലയത്തിൽ അറബി മുൻഷിയായി ജോലി ചെയ്തു, ഇടക്കാലത്ത് മരിച്ചു. അങ്ങനെ ആ ഒരു കുട്ടി മാത്രമല്ല, വേറെ ചില കുട്ടികളും, അതിന് തൊട്ട് മുമ്പ് പാസ്സായ കുട്ടികളും അതിന് ശേഷം പാസ്സായ ഇപ്പോഴത്തെ ഡോക്ടർ മുഹമ്മദ് അലി പോലുള്ളവരും ഒക്കെ ഉടനെ മുക്കം ഹൈസ്കൂളിൽ അവർക്ക് ചേരാൻ കഴിഞ്ഞില്ല. കാരണം അന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ നിലപാട് പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അന്ന് പഠനം ഉപേക്ഷിച്ച് പിന്നെ ആ നിലപാട് മാറ്റിയതിന് ശേഷം ഹൈസ്കൂളിൽ ചേർന്ന് പിന്നെ കോളേജിലൊക്കെ ചേർന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ അന്ന് ഈ വിലക്കുകളൊന്നും ഇല്ലാതെ ചേർന്ന 2-3 പേരാണുള്ളത്, മുസ്ലിം സമുദായത്തിൽപ്പെട്ട. ബാക്കിയുള്ള ആൾക്കാർക്ക് അന്ന് അങ്ങനെ പോകാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ പോകാൻ കഴിയാത്ത ഒരുപാട് ആൾക്കാർ തീർച്ചയായിട്ടും അക്കാലത്തുണ്ടായിരുന്നു. അന്ന് സർക്കാർ ഉദ്യോഗം പാടില്ല എന്നായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട്. സർക്കാർ ഉദ്യോഗം എന്ന് പറഞ്ഞാൽ ഈ സർക്കാർ അനിസ്ലാമിക സർക്കാരാണ്. ഇന്ത്യയിലുള്ള സർക്കാർ അല്ലെങ്കിൽ കേരളം ഭരിക്കുന്ന സർക്കാർ അത് അനിസ്ലാമിക സർക്കാരാണ്. ഒരു അനിസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ മുസ്ലിങ്ങൾ ജോലി ചെയ്യാൻ പാടില്ല. അതായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട്. കാരണം അനിസ്ലാമിക ഗവൺമെൻറ്റിനെ സേവിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുക എന്നതാണ്. അങ്ങനെയാണ് അക്കാലത്ത് ജമാഅത്തെ ഇസ്ലാമിക്കാർ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അന്നത്തെ സ്കൂൾ ജീവിത കാലഘട്ടത്തിൽ, ഹൈസ്കൂളിൽ പ്രത്യേകിച്ചും, വിദ്യാർത്ഥി രാഷ്ട്രീയവും അന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലവും എങ്ങനെയായിരുന്നു? ഇന്ന് കാണുന്ന പോലെ അത്ര തീവ്രമായിട്ടുള്ള വിദ്യാർത്ഥി രാഷ്ട്രീയം അക്കാലത്ത് ഇല്ല. ഹൈസ്കൂൾ തന്നെ ഞാനൊന്നും പഠിക്കുന്ന കാലത്തില്ല. പക്ഷേ ഞാൻ ഹൈസ്കൂളിൽ ചേരുന്നതിന് മുമ്പാണ് 1957 കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ കേരളത്തിൽ വരുന്നത്. 57 കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വരുമ്പോൾ ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്താണ് ഈ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരമേൽക്കുന്നത്. എന്നൊന്നും നമുക്ക് ഇതിനെപ്പറ്റിയൊന്നും വലിയ പിടിപാടൊന്നുമില്ല. ഭരണം മാറുന്നു, കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വരുന്നു, അതിൻ്റെ ബാക്കിയുള്ള ഇംപ്ലിക്കേഷൻസിനെ പറ്റിയൊന്നും നമ്മൾ അത്ര ചിന്തിക്കുന്ന ഒരു കാലമല്ല. 58 അന്നത്തെ കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടനയായിട്ട് നിലവിൽ വന്ന KSU, കേരള വിദ്യാർത്ഥി പ്രസ്ഥാനം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതിൻ്റെ നേതൃത്വത്തിൽ വയലാർ രവി, AK ആൻ്റണി പോലുള്ള ആൾക്കാർ ആലപ്പുഴയിൽ ഒരാണ സമരം തുടങ്ങിയത്. ഒരാണ സമരം എന്ന് പറഞ്ഞാൽ അന്ന് ബോട്ടിൻ്റെ കൂലി ഒരാണയായിരുന്നു വിദ്യാർത്ഥികൾക്ക്. അത് കൂട്ടുകയോ മറ്റേ ഇതാണ്, അല്ലെങ്കിൽ ആ ബോട്ട് ചാർജ് വർദ്ധിപ്പിച്ചത് പ്രതിഷേധിച്ച് സമരം തുടങ്ങി. ആ സമരം പിന്നെ പല രൂപത്തിൽ വികസിച്ചിട്ടാണ് വിമോചന സമരമായിട്ട് മാറുന്നത്. അത് 1958-59 കാലഘട്ടത്തിലാണ്. അന്ന് മുക്കം ഹൈസ്കൂളിൽ പഠിച്ചിരുന്ന BP മൊയ്തീനെ പോലുള്ള ആൾക്കാരൊക്കെ സമരം ചെയ്തിട്ടുണ്ട്. BP മൊയ്തീൻ ഈ പറയുന്ന കേരള വിദ്യാർത്ഥി പ്രസ്ഥാനം KSUവിൻ്റെ ആളായിരുന്നില്ല. അന്ന് മലബാറിലുണ്ടായിരുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് സ്റ്റുഡൻസ് ഓർഗനൈസേഷനുണ്ട്, ISO എന്ന പേരിൽ അറിയപ്പെട്ടത്. അത് സോഷ്യലിസ്റ്റ് പാർട്ടിയുമായിട്ട് ചായ്വുണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. അപ്പോൾ ഈ ISOയുടെ നേതൃത്വത്തിൽ BP മൊയ്തീൻ പോലുള്ള ആൾക്കാർ മുക്കം ഹൈസ്കൂളിൽ അന്ന് സമരം നടത്തിയിട്ടുണ്ട്. അന്ന് ഞാൻ ഹൈസ്കൂളിൽ എത്തിയിട്ടില്ല. 1961-64 കാലഘട്ടത്തിലാണ് ഞാൻ മുക്കം ഹൈസ്കൂളിൽ പഠിക്കുന്നത്. അന്ന് മായൻകുട്ടി മാഷായിരുന്നു അവിടുത്തെ ഹെഡ് മാസ്റ്റർ, വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു ഹെഡ് മാസ്റ്റർ. ആ 3 വർഷം ഞാൻ അവിടെ പഠിക്കുന്ന കാലത്തും ഹൈസ്കൂൾ തലത്തിൽ നിന്നും ഇങ്ങനെയുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളോ അല്ലെങ്കിൽ സമരങ്ങളോ ഒന്നുമില്ല, യാതൊരു. എന്നാൽ ഒരു സമരം ഉണ്ടായി. സമരം എന്ന് പറഞ്ഞാൽ ഞാൻ 61 ജൂണിൽ മുക്കം ഹൈസ്കൂളിൽ ചേർന്ന് മുക്കം ഹൈസ്കൂളിലെ ഹെഡ് മാഷായ മായൻകുട്ടി മാഷെ BP മൊയ്തീൻ, മായൻകുട്ടി മാഷും ബാക്കി അധ്യാപകന്മാരും താമസിച്ചുകൊണ്ടിരുന്ന ലോഡ്ജിൽ കയറി തല്ലി. അപ്പോൾ മൊയ്തീൻ തല്ലാൻ കാരണം മൊയ്തീൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു സുഹൃത്തുണ്ട്. ആ സുഹൃത്ത് B.Ed കഴിഞ്ഞിട്ട് അപ്പോൾ അവിടെ മുക്കം ഹൈസ്കൂളിൽ പോസ്റ്റുണ്ട്, അധ്യാപകൻ്റെ പോസ്റ്റുണ്ട്. ആ പോസ്റ്റ് മുക്കത്തിന് തൊട്ടടുത്തുള്ള കാരമൂലക്കാരനാണ്, വിശ്വനാഥൻ എന്നാണ് അയാളുടെ പേര്. ആൾക്ക് കൊടുക്കണമെന്ന് മായൻകുട്ടി മാഷോട് മൊയ്തീൻ ആവശ്യപ്പെട്ടു. അപ്പോൾ മൊയ്തീൻ്റെ ഫാദറാണ് മുക്കം ഹൈസ്കൂളിൻ്റെ മാനേജർ BP ഉണ്ണിമൊയ്തീൻ, പിൽക്കാലത്ത് മുക്കം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. എൻ്റെ അമ്മായിയുടെ ഭർത്താവാണ് മൊയ്തീൻ, എൻ്റെ അമ്മായിയുടെ മകനാണ്, എൻ്റെ കസിനാണ്. ഹെഡ് മാസ്റ്റർക്ക് മാനേജർ പറയുന്ന ആൾക്ക് കൊടുക്കാൻ പറ്റില്ല. മാനേജർ സ്കൂളാണ്. മാനേജറിൻ്റെ മകൻ പറയുന്നത് കൊടുക്കാൻ മായൻകുട്ടി മാഷ് കഴിയില്ല, ഹെഡ് മാസ്റ്റർക്ക് കഴിയില്ല. മൊയ്തീൻ്റെ ബാപ്പ സ്കൂളിൻ്റെ മാനേജർ ഹെഡ് മാസ്റ്ററോട് പറഞ്ഞത് വേറൊരാളുടെ പേരാണ്, അയാൾക്ക് കൊടുക്കണമെന്നാണ് പറഞ്ഞത്.
അയാൾക്ക് കുറിച്ചു. അതിൽ പ്രതിഷേധിച്ച് മൊയ്തീൻ അന്ന് ഹെഡ് മാസ്റ്റർ തല്ലിയത്. അങ്ങനെ ഹെഡ് മാസ്റ്റർ തല്ലുന്നത് രാവിലെ ഒരു 7:30 മണിക്കാണ് കോളേജിൽ പോയിട്ട് തല്ലുന്നത്. അപ്പം ഞങ്ങൾ 10 മണിക്ക് ക്ലാസ് തുടങ്ങുമ്പോഴും ബാക്കിയുള്ള അധ്യാപകർ, ഹെഡ് മാസ്റ്ററെ ഇവിടെ താമസിക്കുന്നവരും സ്കൂളിലുള്ള മറ്റ് സഹാധ്യാപകരും ചേർന്ന് പറഞ്ഞു, ഇന്ന് പഠിപ്പ് മുടക്കിയിട്ട് പ്രതിഷേധ പ്രകടനം നടത്തണം മുക്കം അങ്ങാടിയിൽ. മുക്കം ഹൈസ്കൂൾ എന്ന് പറഞ്ഞാൽ ഒരു കുന്നിൻ്റെ മുകളിലാണ്. മുക്കം അങ്ങാടിയിൽ നിന്ന് ഏതാണ്ട് 1 കിലോമീറ്റർ അകലെയല്ല അങ്ങാടിയിൽ നിന്ന്. അന്ന് സ്കൂളിൽ അസംബ്ലി ചേർന്നിട്ട് ഈ സംഭവം വിവരിച്ചു. മുക്കം അങ്ങാടിയിൽ വിദ്യാർത്ഥി പ്രകടനം നടക്കണമെന്ന് പറഞ്ഞിട്ട് പ്രകടനം. അങ്ങനെ എല്ലാ വിദ്യാർത്ഥികളും ഈ പ്രകടനത്തിൽ ചേരുന്നു. ഞങ്ങൾ പ്രകടനം നടത്തി മുദ്രാവാക്യം വിളിച്ചിട്ട് പോവുകയാണ് മുക്കം അങ്ങാടിയിലേക്ക്. അങ്ങാടി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മുക്കങ്ങാടിയൊന്നുമില്ല, വളരെ ചെറിയ അങ്ങാടിയാണ്. അവിടെ എത്തിയപ്പോഴുണ്ട് മൊയ്തീൻ ഒരു ക്യാമറയായിട്ട് നിൽക്കുന്നത്. ഈ പ്രകടനം മൂപ്പര് ക്യാമറയിൽ പകർത്തുകയാണ്. മൊയ്തീനെതിരെയാണ് മുദ്രാവാക്യം. ആ മുദ്രാവാക്യം വിളിക്കുന്ന ആ പ്രകടനം മൊയ്തീൻ തന്നെ ക്യാമറയിൽ പകർത്തുന്നു. അങ്ങനെ ഒരു വിദ്യാർത്ഥി സമരം അല്ലെങ്കിൽ വിദ്യാർത്ഥി പ്രകടനം 1961-64 കാലഘട്ടത്തിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് ആദ്യം അവിടെ നടന്ന അതാണ്. വേറെ ഒന്നും ഇപ്പം ഹൈസ്കൂളിൽ ഉണ്ടായിട്ടില്ല. അന്ന് മുക്കത്ത് സിനിമാ തിയേറ്ററുകൾ ഉണ്ടായിരുന്നോ? സിനിമാ തിയേറ്റർ ഞാനൊക്കെ മുക്കം ഹൈസ്കൂളിൽ ചേരുന്നതിന് മുമ്പേ ഉണ്ട്. എനിക്ക് തോന്നുന്നത് 1950കളുടെ ആദ്യം മുക്കത്ത് ഒരു സിനിമാ ഹാൾ. അന്ന് അവിടെ ഈ ഷെഡാണ്. അപ്പം അന്ന് ഇവിടെ മദ്രസയിൽ പഠിക്കുന്ന കാലത്ത് സിനിമ ഹറാമാണ്. സിനിമ കാണുക എന്ന് പറഞ്ഞാൽ വലിയ തെറ്റാണ്. എല്ലാവർക്കും പേടിയാണ്. മുസ്ലിം കുട്ടികൾക്ക് മദ്രസയിൽ അറിഞ്ഞാൽ അടി കിട്ടും പിറ്റേന്ന്. പക്ഷേ എനിക്ക് എൻ്റെ 2 അമ്മായിമാരുടെ വീട് മുക്കത്താണ്. ഒന്ന് മൊയ്തീൻ്റെ അമ്മയുടെ വീട്, ഒന്ന് വേറെ ഒരു അമ്മായിയുണ്ട്, മരക്കാർ ഹാജി എന്ന് പറഞ്ഞ് വയലിൽ മരക്കാർ ഹാജി എത്തിയിരുന്ന അമ്മായി. അവിടെ എൻ്റെ ജ്യേഷ്ഠൻ മമ്മൂട്ടിയുടെ ഒക്കെ സമപ്രായക്കാരനായിട്ടുള്ള ഒരാളുണ്ട്, മകൻ. അയാളുടെ കൂടെ ഞാൻ ആദ്യമായിട്ട് 1956 മറ്റോ ആയിരിക്കണം സിനിമയ്ക്ക് പോയി. ആ സിനിമയുടെ പേര് ആത്മാർപ്പണം എന്നാണ്. സിനിമ കണ്ടത് എങ്ങനെയോ ഏതോ എൻ്റെ കൂടെ പഠിക്കുന്ന ഇവിടുത്തെ ഏതോ കുട്ടികൾ മണത്തറിഞ്ഞു. ഇയാളോട് പറഞ്ഞു കൊടുത്തു, മൗലവിയോട് പറഞ്ഞു കൊടുത്തു, ഇന്നത് പോയി സിനിമ കണ്ടത്. എന്നെ വിളിപ്പിച്ചു. ഇങ്ങനെ പോയിരുന്നു, കണ്ടിരുന്നു പറഞ്ഞു. അപ്പോൾ അന്ന് പുല്ലാഞ്ഞിച്ചെടിയുടെ വടി കൊണ്ടുവന്നിട്ടാണ് അടിച്ചത്. 2-3 അടി എനിക്കന്ന് കിട്ടിയിട്ടുണ്ട് ആ സിനിമ കണ്ടത്. പിന്നെയും അവിടുന്ന് സിനിമ കാണാനുള്ള അവസരം ഉണ്ടായി. അനിയത്തി എന്ന് പറഞ്ഞ 2ാമത്തെ സിനിമ കണ്ടത് നമുക്ക് ഹൈസ്കൂളിൽ മദ്രസയിൽ പഠിക്കുന്ന കാലത്താണ്. പിന്നെ നമ്മൾ ഈ മദ്രസൊക്കെ വിട്ടു. പക്ഷേ എന്നാലും ഇവിടെ മായത്തെ ഇസ്ലാമിക്കാരെല്ലാം കുഞ്ഞുങ്ങളായാലും ബാക്കിയുള്ളവരുടെ കാഴ്ചപ്പാടനുസരിച്ച് സിനിമ കാണാൻ പാടില്ല. സിനിമ ഹറാമാണ്. അന്ന് വീട്ടിൽ നിന്ന് വിലക്കുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് വിലക്കില്ല. വീട്ടിൽ നിന്ന് സിനിമ കാണുന്നതിന് വിലക്കില്ലാത്തതുകൊണ്ടാണല്ലോ എനിക്ക് കാണാൻ കഴിയുന്നത്. മാത്രമല്ല വീട്ടിൽ വാപ്പൻ്റെ നേരെ പെങ്ങളെ വീട്ടിൽ നിന്നാണല്ലോ നമ്മൾ പോകുന്നത്, അമ്മായിയുടെ വീട്ടിൽ നിന്നല്ലേ പോകുന്നത്. അവിടെ ഒന്നും അന്ന് വിലക്കില്ല. ആ ലെവലിൽ നിന്നൊക്കെ എത്രയും ഉയർന്നിട്ടാണ് എൻ്റെ വാപ്പയും ബാക്കിയുള്ളവരും ഒക്കെ അക്കാലത്തെ ഉണ്ടായിരുന്നത്. പിന്നെ അതിന് തമാശ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒക്കെ കൂടെ പഠിച്ചവരും സീനിയറായിട്ട് പഠിച്ചിരുന്ന ആൾക്കാരൊക്കെ മദ്രസയിൽ പഠിച്ചിരുന്ന ആൾക്കാരൊക്കെ ഒന്നുകിൽ 8ാം ക്ലാസ് പാസ്സായതിനു ശേഷം ഹൈസ്കൂളിൽ പോകാൻ കഴിയാതെ അറബി മുൻഷിമാരാകുകയും ഒക്കെ ചെയ്ത ആൾക്കാരുണ്ട്. ഈ അറബി മുൻഷിമാരും ഞങ്ങളെ പഠിപ്പിച്ച ഉസ്താദുമാരും ഒക്കെ തന്നെ പിൽക്കാലത്ത് സ്വകാര്യമായിട്ട് കോഴിക്കോട് പോകും. രാധാ തിയേറ്ററിൽ, കോർണേഷൻ തിയേറ്റർ, 3 തിയേറ്റർ അക്കാലത്തുള്ളായി. രാധാ തിയേറ്റർ, കോർണേഷൻ തിയേറ്റർ, ക്രൗൺ തിയേറ്റർ, ഇതിലൊക്കെ പോയിട്ട് സിനിമ കാണുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. അന്നത്തെ ഹൈസ്കൂൾ ജീവിതം കഴിയുമ്പോഴേക്ക് എത്ര വയസ്സായിട്ടുണ്ടാവും? 11 കൊല്ലം ഞങ്ങൾ സ്കൂൾ പഠിച്ചു. 8 കൊല്ലം UP സ്കൂൾ, പിന്നെ 3 കൊല്ലം ഹൈസ്കൂളും. അങ്ങനെ വരാനൊരു കാരണമുണ്ട്. ഞാനൊക്കെ 8ാം ക്ലാസ്സിൽ ചേർന്നപ്പോഴാണ് മുണ്ടശ്ശേരി പാസ് എന്ന് പറയുന്ന മുണ്ടശ്ശേരി വിദ്യാഭ്യാസ മന്ത്രിയുടെ പാസ് അനുസരിച്ച് 7ഉം 8ഉം ഒന്നായി. UPയിൽ 7ാം ക്ലാസ്സും 8ാം ക്ലാസ്സും ഒന്ന്. അപ്പോൾ 7ാം ക്ലാസ്സിൽ നിന്ന് പാസ്സായവരും 8ാം ക്ലാസ് നിന്ന് പാസ്സായവരും ആ കൊല്ലം 1961 ഹൈസ്കൂളിൽ പോയിട്ട് അവിടെ 8ാം ക്ലാസ്സിൽ ചേരണം. അവർക്ക് 10 കൊല്ലവും ഞങ്ങൾക്ക് 11 വർഷമായി. അപ്പോൾ അക്കാലത്ത് വിദ്യാർത്ഥി സംഘടനകളൊന്നും സജീവമായിരുന്നില്ല. അതുകൊണ്ട് ആരും ചോദ്യം ചെയ്തില്ല. അതുകൊണ്ട് 1 കൊല്ലം നഷ്ടപ്പെട്ടു. പിന്നെ കോളേജിൽ പോയാൽ ഞങ്ങൾക്ക് 1 കൊല്ലത്തെ പ്രീ യൂണിവേഴ്സിറ്റി കിട്ടുന്നില്ല, 2 കൊല്ലത്തെ പ്രീ ഡിഗ്രിയാണ്. ഞാൻ പ്രീ ഡിഗ്രിയുടെ ആദ്യത്തെ ബാച്ചുകാരനാണ്. 1964 കേരളത്തിൽ പ്രീ ഡിഗ്രി വരുന്നത്. കോളേജ് കാലഘട്ടം പിന്നീട് ഒരിക്കലും പറയാം.